നമസ്കാരം. പിണറായി സർക്കാരിന്റെ സമാനതകളില്ലാത്ത വേട്ടയാടലിന് ഇരയായ മാധ്യമപ്രവർത്തകനാണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയ. കുന്നത്തുനാട് MLA PV ശ്രീനിജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തത്. ഇതിനുശേഷം സമാനതകളില്ലാത്ത വേട്ടയാടലാണ് മറുനാടൻ്റെ ഓഫീസിലും മറുനാടൻ്റെ ജീവനക്കാർക്കെതിരെയും ഷാജൻ സ്കറിയയ്ക്കുമെതിരെ പോലീസ് നടത്തിയത്. ഇതിന് നേതൃത്വം നൽകിയതാകട്ടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SHO ആയിരുന്ന ഹരിലാലും. ഇങ്ങനെ നിരവധി തവണയാണ് മറുനാടൻ മലയാളിയുടെയും അവരുടെ ജീവനക്കാരുടെയും ഒക്കെ ഓഫീസിൽ അസമയങ്ങളിൽ പോലും പോലീസ് കയറിയിറങ്ങിയത്. പോലീസ് കേസെടുത്തതോടെ മുൻകൂർ ജാമ്യത്തിനായി കീഴ്ക്കോടതിയെയും ഹൈക്കോടതിയും ഒക്കെ ഷാജൻ സ്കറിയെ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇതോടെയാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത് മുൻകൂർ ജാമ്യത്തിനു വേണ്ടി. അദ്ദേഹത്തിന് വേണ്ടി ഹാജരായത് സിദ്ധാർത്ഥ ലൂത്ര എന്ന സുപ്രീം കോടതി അഭിഭാഷകനായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ ഷാജൻ സ്കറിയയുടെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. താൽക്കാലികമായിട്ടാണ് ഈ ഒരു അറസ്റ്റ് തടഞ്ഞത്. എന്തായാലും PV ശ്രീനിജൻ രംഗത്തെത്തിയതോടെ PV അൻവറും നിലമ്പൂർ MLA ആയ PV അൻവറും ഷാജനെതിരെ രംഗത്തെത്തിയിരുന്നു. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തെ എന്ന് വെച്ചാൽ ന്യൂനപക്ഷത്തെ വർഗീയമായി അവഹേളിച്ചു എന്നുള്ള ഒരു ആരോപണവും പരാതിയുമൊക്കെയാണ് PV അൻവർ മറുനാടൻ ഷാജനെതിരെ അന്ന് ഉയർത്തിയത്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു ജനപ്രതിനിധി എന്നതുപോലും മറന്നുകൊണ്ട് തീർത്തും മോശമായ അസഭ്യമായ ഭാഷയിലാണ് PV അൻവർ അന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഷാജനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഷാജൻ സ്കറിയയ്ക്ക് സ്ഥിര ജാമ്യം നൽകിക്കൊണ്ട് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരിക്കുകയാണ്. അതായത് ഷാജൻ സ്കറിയയ്ക്ക് വേണ്ടി ഹാജരായ സിദ്ധാർത്ഥ ലൂത്രയുടെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ പ്രമുഖനായ അഭിഭാഷകന്റെയും ഒക്കെ വാദം കേട്ടതിനു ശേഷമാണ് ജസ്റ്റിസുമാരായ JB പർദിവാലയും മനോജ് മിശ്രയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. അതൊരു സ്ഥിരം ജാമ്യമാണ്. ഈ ഒരു സ്ഥിരം ജാമ്യ ഉത്തരവ് പുറത്തു വന്നതോടെ ഇനി പോലീസിന് ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും അറസ്റ്റ് ചെയ്ത ഉടൻ ജാമ്യത്തിൽ വിടണം. ചോദ്യം ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്യാം. അതിനുശേഷം അദ്ദേഹത്തെ തിരിച്ചുവിടണം എന്നുള്ളതാണ് വ്യവസ്ഥ. ഇവരുടെയൊക്കെ ഉദ്ദേശം ഇതൊന്നുമല്ലായിരുന്നു. ഷാജൻ സ്കറിയയെ ഏതു വിധേയനെയും ജയിലിലടയ്ക്കുക, ജയിലിൽ വെച്ച് അദ്ദേഹത്തെ അപായപ്പെടുത്തുക, മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തെ പൂട്ടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം. എന്നാൽ ഷാജൻ സ്കറിയ സുപ്രീം കോടതിയെ സമീപിക്കുകയും കഴിഞ്ഞ ജൂലൈയിൽ സുപ്രീം കോടതി താൽക്കാലിക ജാമ്യം അനുവദിക്കുകയും ചെയ്തതോടെ പോലീസ് പിന്നീട് ഈ പരാതിയുമായി മുന്നോട്ട് പോയില്ല. കാരണം അവർക്ക് തന്നെ അറിയാം ഇതൊരു കള്ളക്കേസാണെന്ന്. സമാനതകളില്ലാത്ത മറ്റൊരു വേട്ടയാടലിനിരയായ മറ്റൊരു മാധ്യമപ്രവർത്തകൻ കൂടി ഇവിടെയുണ്ട്, TP നന്ദകുമാർ. ക്രൈം ചീഫ് എഡിറ്ററായ TP നന്ദകുമാറിനെ ദിവസങ്ങളോളം പല കേസുകളിലും പെടുത്തി ജയിലിൽ അടച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു ചങ്കൂറ്റവും ആർജവവും കൊണ്ട് മാത്രമാണ്, പിന്നെ ചില നല്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ, മനുഷ്യത്വമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ കരുണ കൊണ്ട് കൂടിയൊക്കെയാണ് TP നന്ദകുമാറൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും ക്രൈം പോലെയുള്ള ഒരു മാധ്യമ സ്ഥാപനം ഇപ്പോഴും ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതുമൊക്കെ. സുപ്രീം കോടതി താൽക്കാലികമായി ഷാജൻ സ്കറിയയുടെ അറസ്റ്റ് തടയുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ ഈ കേരളത്തിൽ കൊടുത്തിരുന്ന പല കേസുകളും, കേരളത്തിലെ വിവിധ കോടതികളിൽ PV അൻവറും അതുപോലെ ശ്രീനിജനും മറ്റു പലരും കൊടുത്തിരുന്ന പല കേസുകൾക്കും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയുണ്ടായി. ഒരു കാര്യം കൂടി ഓർക്കണം, ഈ ഷാജൻ സ്കറിയയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നുവെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ജീവിച്ചിരിപ്പുണ്ടാകുമായിരുന്നില്ല. മറുനാടൻ മലയാളി എന്നൊരു മാധ്യമ സ്ഥാപനവും ഉണ്ടാകുമായിരുന്നില്ല. കാരണം അത്തരത്തിലുള്ള സമാനതകളില്ലാത്ത ക്രൂരമായ വേട്ടയാടലുകൾക്കാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനവും ഇരയായത്. അറിയാതെയാണെങ്കിൽ പോലും ഞാൻ ഈ കേസിൽ പരോക്ഷമായി ഉൾപ്പെട്ടിരുന്നു. അതായത് ഞാനും എൻ്റെ സഹപ്രവർത്തകനായ സുദർശൻ നമ്പൂതിരിയും മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ചെയ്ത ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കെതിരെയും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ഒരു കേസുണ്ടായിരുന്നു. ഹൈക്കോടതിയും ജാമ്യം തള്ളിയതോടെ ഞങ്ങളും സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ആ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സുദർശൻ നമ്പൂതിരി മറുനാടൻ മലയാളിയിൽ ജോലിക്ക് കയറി. അതിനുശേഷമാണ് ഈ PV അൻവറും PV ശ്രീനിജനുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതും മറുനാടൻ ഷാജൻ ഒളിവിൽ പോകുന്നതും. ആ സമയത്താണ് മെഡിക്കൽ കോളേജ് SHO ആയിരുന്ന ഹരിലാൽ അവിടെ എത്തുന്നതും ഈ സുദർശൻ നമ്പൂതിരി ഇത്തരമൊരു കേസിൽ പ്രതിയാണെന്ന് കണ്ട് കേസിൽ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു എന്ന കാര്യം പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് 120 കിലോമീറ്ററോളം പിന്തുടർന്ന് വന്ന് ഹരിപ്പാട് വെച്ച് എന്നെയും പിടികൂടുന്നതും. 19 ദിവസമാണ് ഞങ്ങൾ കാക്കനാട് സബ് ജയിലിൽ കഴിഞ്ഞത്, റിമാൻഡിൽ കഴിഞ്ഞത് ഞങ്ങളുടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്. പക്ഷേ അവർക്ക് ഞങ്ങളുടെ കേസിൻ്റെ അന്വേഷണം അന്തിമഘട്ടത്തിലായിരുന്നു എന്ന് കൂടി ഓർക്കണം. പക്ഷേ ഇവർക്കൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്
മറ്റെവിടെയോ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഞങ്ങളോട് ചോദിക്കാനുണ്ടായിരുന്നത് മറുനാടൻ ഷാജനെ കുറിച്ച് മാത്രമായിരുന്നു. കാരണം 120 കിലോമീറ്റർ തിരുവനന്തപുരത്ത് നിന്ന് ഹരിപ്പാട് വരെ മെഡിക്കൽ കോളേജ് SHO ഹരിലാൽ പിന്തുടർന്ന് വന്നത് മറുനാടൻ ഷാജൻ എൻ്റെ വാഹനത്തിലുണ്ട് എന്നുള്ള മിഥ്യാധാരണയോടെയായിരുന്നു. എന്നാൽ ഞാൻ മാത്രമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് മറുനാടൻ ഷാജൻ ഇല്ല എന്ന് കണ്ടതോടെ ഇവർക്ക് മറ്റു നിർവാഹമില്ലാതായി ഞങ്ങളെ റിമാൻഡ് ചെയ്തു. 19 ദിവസമാണ് ഞങ്ങൾ റിമാൻഡിൽ കഴിഞ്ഞത്. ആ കേസ് ഇപ്പോഴും എറണാകുളം സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ്. ഏകദേശം 6 മാസത്തോളം ഞങ്ങൾ ഓരോ ബുധനാഴ്ചയും അവിടെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചെന്ന് ഒപ്പിടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അത്തരത്തിലാണ് ഞങ്ങളെപ്പോലും വേട്ടയാടിയത് ഈ പിണറായി സർക്കാരിൻ്റെ ഭരണകൂടം. എന്തായാലും ഷാജൻ സ്കറിയയുടെ ഈ വിധി വന്നതോടെ ഒരുപാട് പേർക്ക് അത് ആശ്വാസമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മുടെ രാജ്യവ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു ആക്റ്റാണ് SC/ST അട്രോസിറ്റി ആക്ട്. ആർക്കെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും മറ്റുള്ള OBC വിഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ടവരോടോ എന്തെങ്കിലും ഒരു വ്യക്തിവൈരാഗ്യമോ മറ്റോ തോന്നിയാൽ അവർക്കൊരു പരാതി എഴുതി കൊടുക്കേണ്ട ബുദ്ധിമുട്ടേയുള്ളൂ. അതായത് ഞങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നൊരു പരാതി എഴുതി കൊടുക്കേണ്ട ബുദ്ധിമുട്ടേയുള്ളൂ. എന്തായാലും അതോടുകൂടി ഈ പരാതി കൊടുക്കുന്ന ആരാണോ, ആരോപണ വിധേയൻ ആരാണോ, അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇങ്ങനെ നിരവധി പേരാണ് ഇത്തരത്തിലുള്ള ചൂഷണത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നതിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർക്കൊക്കെ ഈ വിധി ആശ്വാസമാകും. എന്തായാലും ഷാജൻ സ്കറിയയ്ക്ക് സ്ഥിര ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയുടെ പകർപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ വിധി പകർപ്പ് പുറത്തു വന്നതിനു ശേഷം മാത്രമേ എന്തൊക്കെയാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളാണ് ഇതിൽ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ. എന്തായാലും ഇതുപോലൊരു മാധ്യമ സ്ഥാപനത്തെ, മറുനാടൻ മലയാളിയെ പോലെ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമ സ്ഥാപനത്തെ ഇവർക്കൊന്നും തകർക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ വലിയൊരു ആശ്വാസമാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ നൽകിയ പിന്തുണ അത് അവർക്ക് മാത്രമല്ല, സാധാരണ ഈ പറയുന്ന മറുനാടനെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള എനിക്ക് പോലും കിട്ടുന്ന ഒരു പിന്തുണയാണ് മുന്നോട്ട് പോകാനുള്ള ഞങ്ങളുടെയൊക്കെ ശക്തി. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയണം. ഈ പറയുന്ന കപട രാഷ്ട്രീയക്കാരെ അവരുടെ മുഖത്തൊക്കെ ഏറ്റ ഏറ്റവും വലിയൊരു പ്രഹരമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും അത് മാത്രമല്ല, ഇത്തരത്തിൽ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്ന പോലീസുകാരെ കൂടി നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട്. കാരണം ഞങ്ങളും അറസ്റ്റിലായ സമയത്ത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. അവരൊക്കെ വളരെ മനുഷ്യത്വപരമായി പെരുമാറിയത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഇവിടെയൊക്കെ ഇരിക്കുന്നത്. പക്ഷേ എന്തായാലും അത്തരം പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും ഈ ഹരിലാലിനെ പോലെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഈ SC/ST അട്രോസിറ്റി ആക്ട് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് തന്നെയാണ്. കാരണം ഇത് കാരണം ഒരുപാട് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് നിരപരാധികൾ വേട്ടയാടപ്പെടുന്നുണ്ട്. എന്തായാലും ഷാജൻ സ്കറിയ സമ്പാദിച്ച ഈ വിധിയിലൂടെ അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.